ഹായ്, ഞാനത് സംസാരിക്കാൻ പോകുന്നത് റിപ്പബ്ലിക് ഡേ. ഓക്കെ, നാളെ റിപ്പബ്ലിക് ഡേ ആണ്, ജനുവരി 26. ഓക്കെ, നമുക്ക് ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കാൻ കാരണം ആക്ച്വലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് നവംബർ 26 1949 ആണ്. പക്ഷേ നമ്മുടെ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത് ജനുവരി 26 1950 സ്റ്റാർട്ട് ചെയ്യുക. അതായത് കമൻസ്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 26 ഓക്കെ, അപ്പോൾ നമ്മൾ 1930 പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ അഡോപ്റ്റ് ചെയ്തിട്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ ഒരു റിമെമ്പർ ചെയ്യണം എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂലാണ്, അതല്ലെങ്കിൽ ഒരു മൈൻഡിലാണ് നമ്മൾ ജനുവരി 26 കമൻസ്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വയ്ക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് പുറത്ത് ബാക്കിലേക്ക് പോകാം. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ റെലവൻസ്? ഓക്കെ, നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ റോൾ എന്താണെന്നുള്ള അറിയണം. അത് ഭയങ്കര ബാക്കിലേക്ക് പോകണം. ഓക്കെ, ഓൾഡ് സ്റ്റോറിയാണ്, വളരെ ബാക്ക് സ്റ്റോറി. മുമ്പ് കാലങ്ങളിൽ എങ്ങനെ പറഞ്ഞാൽ മനുഷ്യർ ജീവിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അവരെല്ലാവരും അവരവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം. ഓക്കെ, അവരവൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണോ നല്ലത് അതിനെക്കുറിച്ച് മാത്രം ആൾക്കാർ ജീവിക്കണം. അപ്പോൾ അങ്ങനെ എനിക്കുള്ളത് നല്ലത് പറഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഇല്ലാതാക്കും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ലൈഫ് എങ്ങനെയാണ് പറഞ്ഞാൽ ഷോർട്ടാണ്. ഓക്കെ, ഷോർട്ട് പറഞ്ഞാൽ പെട്ടെന്ന് കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരൻ എന്ന് വെച്ചാണല്ലോ, ഏറ്റവും ശക്തിയുള്ളവൻ ശക്തിയില്ലാത്തവനെ കീഴ്പ്പെടുത്തി ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക് ലൈഫ് ഭയങ്കര ഷോർട്ടായിരുന്നു. വളരെ കുറച്ച് സമയത്ത് തന്നെ ലൈഫ് തീരും. എന്നാൽ ഒരുത്തനില്ല മറ്റവനെ ഇല്ലാതാക്കി അങ്ങനെ ഒരു ലൈഫാണ്. അപ്പോൾ ഓവർ ടൈമിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നല്ലതാണെന്ന് അന്ന് ഉള്ളവർ റിയലൈസ് ചെയ്യുന്ന സമയത്ത് അവരൊരു വഴി കണ്ടെത്തുകയാണ്. ഓക്കെ, അവരെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നിട്ട് ഡിസൈഡ് ചെയ്ത് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ പോകണ്ട, ഇങ്ങനെ പോകുമ്പോൾ നല്ലതല്ല എന്നുള്ള രീതിയിൽ അവർ ഡിസൈഡ് ചെയ്ത് നമ്മളെല്ലാവരും നമ്മുടെ കുറച്ച് റൈറ്റ്സ് നമ്മുടെ കുറച്ച് റൈറ്റ്സ് ഗിവ് അപ്പ് ചെയ്യാം. ഓക്കെ, എല്ലാവരും റൈറ്റ്സ് ഗിവ് അപ്പ് ചെയ്യാം. അവരൊരു സൊസൈറ്റി പോലെ ഫോം ചെയ്തു, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പോലെ ഫോം ചെയ്തു. എന്നിട്ട് അവർ തന്നെ എല്ലാവരും കോമൺ ആയിട്ട് ഡിസൈഡ് ചെയ്യപ്പെട്ടു ഇനി നമുക്ക് കുറച്ച് നമ്മുടെ എല്ലാ ഇൻഡിവിജ്വൽസും അതിൻ്റെ കുറച്ച് റൈറ്റ്സ് ഗിവ് അപ്പ് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തതിന് ശേഷം ആ ഗിവ് അപ്പ് ചെയ്യുന്ന റൈറ്റ്സ് വെച്ചിട്ട് അവർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഓക്കെ, ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻ അല്ലെങ്കിൽ ലോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ലോ ഈസ് എ ക്ലെയിം ഓൺ റൈറ്റ്സ്. ഓക്കെ, ഇൻഡിവിജ്വൽസിൻ്റെ റൈറ്റിലുള്ള ക്ലെയിമിനെയാണ് നമ്മൾ ലോ എന്ന് പറയാം. ഓക്കെ, അതായത് റൈറ്റ്സ് ഒരു ഇൻഡിവിജ്വൽ അവൻ്റെ റൈറ്റ്സ് ഗിവ് അപ്പ് ചെയ്തിട്ട് ആ ഗിവ് അപ്പ് ചെയ്യുന്ന പോർഷൻ വെച്ചിട്ടായിരിക്കും ലോ ഉണ്ടാക്കുക. ഓക്കെ, ആൻഡ് സെർട്ടൺ തിങ് യു ആർ നോട്ട് അലൗഡ് ടു ഡു. ഒരു ഹ്യൂമൻ ബീങ് ഒരു അലൗഡ് ടു ഡു എന്നതിലും സെർട്ടൺ തിങ് യു ആർ നോട്ട് അലൗഡ് ടു ഡു എന്ന് പറയുന്ന സമയത്ത് അത് ലോയായി മാറും. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽസ് അതിൻ്റെ സെർട്ടൺ റൈറ്റ്സ് ഗിവ് അപ്പ് ചെയ്തിട്ട് അത് വെച്ച് ലോ ഉണ്ടാക്കണം. ഓക്കെ, ഈ ലോ ഉണ്ടാക്കിയതിന് ശേഷം ഈ ലോ ഉണ്ടാക്കിയാൽ ഓട്ടോമാറ്റിക് അത് അഡ്മിനിസ്ട്രേറ്റ് ആവില്ല. അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ ആവശ്യമാണ്. അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ ഒരാളാൻ വേണ്ടിയിട്ട് ഇവരൊരു കോമൺ അതോറിറ്റി ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതായത് എല്ലാവരെയും മാനേജ് ചെയ്യണം, ഗവർണൻസിന് വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് ഒരു കോമൺ അതോറിറ്റി ക്രിയേറ്റ് ചെയ്യും. ആ കോമൺ അതോറിറ്റി ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ലോ വെച്ചിട്ട് ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ ഗവൺ ചെയ്യണം. ഇത് അലൗഡാണ്, ഇത് നോട്ട് അലൗഡാണ് എന്നുള്ള രീതിയിൽ ഗവൺ ചെയ്യണം. ഇതാണ് അവർ ആദ്യം ക്രിയേറ്റ് ചെയ്ത ഒരു സ്ട്രക്ചറാണ്. ഓവർ ടൈമിൽ എന്ത് പറഞ്ഞാൽ ഈ കോമൺ അതോറിറ്റിയായി വന്ന പേഴ്സൺ അതായത് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പോലെ ഒരു ഇൻഡിവിജ്വൽ അവൻ്റെ 10% 20% റൈറ്റ്സ് ഗിവ് അപ്പ് ചെയ്തിട്ട് ലോ പ്രൊമോഷൻ ക്രിയേറ്റ് ചെയ്യും, ആ കോമൺ അതോറിറ്റി ക്രിയേറ്റ് ചെയ്യും. ഓവർ ടൈമിൽ ഈ കോമൺ അതോറിറ്റിയിലുള്ള പേഴ്സൺ അവൻ്റെ പവർ, അതായത് ഒബ്വിയസ്ലി ആരുടെ കയ്യിലാണോ ലോ ഉള്ളത് ആ വ്യക്തിയാണ് പവർഫുൾ പേഴ്സൺ. ആ പവർ എക്സ്റ്റെൻഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഒരു ചെറിയ തത്വം പറയും, എപ്പോഴും പവറും ഫയറും ആൾവേസ് ഹാവ് ദ ടെൻഡൻസി ടു എക്സ്പാൻഡ് ആണ്. അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കോമൺ അതോറിറ്റിയിലുള്ള പേഴ്സൺ അയാളുടെ പവർ എക്സ്റ്റൻഷൻ നടത്താൻ തുടങ്ങി. പവർ അയാളെ നമ്മൾ മോണോപോളിസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് എന്നൊക്കെ പറയില്ല, അതുപോലെ അയാളെ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി എന്നത് എത്ര പവർ കൂടുന്നു അല്ലെങ്കിൽ ലോൻ്റെ ഇമ്പാക്റ്റ് കൂടുന്നു അത്രത്തോളം സിറ്റിസൻസിന് അല്ലെങ്കിൽ അവിടുത്തെ പീപ്പിൾസിന് അവൻ്റെ റൈറ്റ്സ് ഡിക്ലൈൻ ആകാൻ തുടങ്ങി. ഇങ്ങനെ ഓവർ ടൈമിൽ ഈ കോമൺ പീപ്പിൾ, അതായത് നമുക്ക് രാജാവ് എന്ന് പറയാം, അന്നത്തെ ഒരു കാലഘട്ടം വരെ രാജാവ് കിങ്, ആ വ്യക്തി അയാളുടെ പവർ വലുതാക്കിക്കൊണ്ടേയിരുന്നു. ഓക്കെ, പവർ വലുതാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് എന്തായി റൈറ്റ്സ് റിലീവ്. എത്രത്തോളം രാജാവിൻ്റെ പവർ ഇൻക്രീസ് ചെയ്യണോ അത്രത്തോളം ജനങ്ങൾക്ക് റൈറ്റ്സ് ഡിക്രീസ് ആയിക്കൊണ്ടേയിരുന്നു. ഇത് ഓവർ ടൈമിൽ ജനങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ, കാരണം അവർക്ക് ലൈഫ് നഷ്ടപ്പെടാൻ തുടങ്ങി, അവരുടെ ലൈഫ് റെസ്ട്രിക്റ്റഡ് ആകാൻ തുടങ്ങി. ഇതായപ്പോൾ അത് രാജാവ് അൾട്ടിമേറ്റ് പവറായി മാറി. ഓക്കെ, അത് രാജാവ് എന്താണോ ഡിസൈഡ് ചെയ്യണത് അതാണ് അവിടുത്തെ കാര്യം, എന്ത് വേണമെങ്കിൽ ഡിസൈഡ് ചെയ്യാനുള്ള ലെവലിലേക്ക് പോയപ്പോൾ ഇത് ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെയോ ജനങ്ങൾ അതിന് എഗെയിൻസ്റ്റ് റെവല്യൂഷൻ പ്ലാൻ ചെയ്യുകയാണ് ചെയ്യണം. ഓക്കെ, റെവല്യൂഷനിലൂടെ അവർ രാജാവിനെ കീഴ്പ്പെടുത്തുകയാണ്. ഓക്കെ, രാജാവിനെ കീഴ്പ്പെടുത്തിയിട്ട് 1215 നമ്മളെ മാഗ്ന കാർട്ട എന്ന് പറയും. ഓക്കെ, മാഗ്ന കാർട്ട എന്ന് പറയുന്നത് കിങ് ജോണിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ആൾക്കാർ ഇനി മുതൽ ഇങ്ങനെ പറ്റില്ല എന്ന് ഡിസൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ അവർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻ. ഇപ്പം എങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ എങ്ങനെയാണ് പറഞ്ഞാൽ റെക്സ് ലെക്സ് എന്ന് പറയും. റെക്സ് ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ് ഈസ് ദ ലോ. ഓക്കെ, എന്താണോ രാജാവ് പറയണത്
അതാണ് നിയമം. ഓക്കെ, അതായത് ഇത്രയും കാലം അത് തെറ്റായി പോകാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ അതിനെ തിരിച്ചെഴുതാൻ തീരുമാനിച്ചു. അതിനെ ലെക്സ് റെക്സ് എന്ന് പറയും. ഓക്കെ, ലെക്സ് റെക്സ് എന്ന് പറയുന്ന സമയത്ത് ലോ ഇസ് ദ കിങ്. ഓക്കെ, എന്താണോ ലോ അതാണ് കിങ്. അതായത് സുപ്രീം ലോ, ഇപ്പം സുപ്രീം ആയിട്ട് നിൽക്കുന്ന ലോ ആയിരിക്കും. ഓക്കെ, റൂൾ ഓഫ് ലോ കൺസെപ്റ്റ് വരും. അതായത് എന്താണോ ലോ അതാണ് ഏറ്റവും എബോ. ഓക്കെ, രാജാവും അതിൻ്റെ താഴെ വന്നു. അതായത് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന ആൾക്കാരാണ് ശരി, ഗവൺമെൻറ് ചെയ്യുന്ന ആൾക്കാരാണ് ശരി, രാജാവും ശരി, ആരാണെങ്കിലും ശരി, എവരി വൺ ഈസ് ബിലോ ദ ലോ എന്ന രീതിയിൽ വന്നു. ഓക്കെ, അപ്പോൾ ലോവിനെ നമ്മൾ പവർഫുള്ളാക്കി മാറ്റി. ഓക്കെ, ഇങ്ങനെയാണ് ഒരു കോമൺ റൂളിൻ്റെ ലോൻ്റെ ആവശ്യം. കാരണം പവറുള്ള വ്യക്തികൾ എപ്പോഴും എന്താ പറയുക എക്സ്പാൻഡ് ചെയ്ത് ജനങ്ങൾക്ക് ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാവും. ഓക്കെ, ഇങ്ങനെയാണ്. അപ്പോൾ ഈ മാഗ്ന കാർട്ട ലിബർട്ടം എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ അതിനൊരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷനാണ് നമ്മൾ എന്താ പറയുക ബിഗ് ബാങ് ഓഫ് പൊളിറ്റിക്കൽ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ നമ്മുടെ ഭൂമി ഉണ്ടായത് ബിഗ് ബാങ് ഓഫ് ഇതെന്നാണ് പറയാറ്. അതുപോലെ ഒരു ലീഗൽ വേൾഡിൻ്റെ ബിഗ് ബാങ് എന്താണെന്ന് ചോദിച്ചാൽ ഈ മാഗ്ന കാർട്ട ലിബർട്ടം എന്നുള്ള ഒരു ഡോക്യുമെൻ്റാണ്. ഓക്കെ, അവിടെ നിന്നാണ് സ്റ്റാർട്ട്. ഇതാണ് ഏറ്റവും സ്റ്റാർട്ടിങ് പോയിന്റ് ഓഫ് ലോ അല്ലെങ്കിൽ ലീഗൽ വേൾഡ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അതിന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഒഫീഷ്യലായിട്ടില്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീക്ക്നെസ് എന്ന രീതിയിലാണ് നമ്മൾ ഇത് ഇനി മുതൽ ഇങ്ങനെ വേണ്ട എന്ന് ഡിസൈഡ് ചെയ്ത് കിങ്ങിനെ നമ്മൾ ലോവിൻ്റെ കീഴെ കൊണ്ടുവന്നു. ഓക്കെ, ഈ മാഗ്ന കാർട്ട ലിബർട്ടൻ്റെ മോഡിഫൈഡ് വേർഷൻ അല്ലെങ്കിൽ മോഡേൺ വേർഷൻ വേണമെങ്കിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. 1947 ഇന്ത്യ ബ്രിട്ടീഷിൽ നിന്ന് ഇൻഡിപെൻഡൻസ് അച്ചീവ് ചെയ്യണം. ഇന്ത്യയെ ഓൾമോസ്റ്റ് 1947 ഇന്ത്യ ഇൻഡിപെൻഡൻസ് കിട്ടണം. ഇന്ത്യ ഓൾമോസ്റ്റ് ഒരു 200 years 270 ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആക്റ്റീവ് ആകണം. ഈവൻ ദോ അതിന് മുമ്പ് അവർ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ പവർഫുള്ളായി മാറുന്നത് 70 ആ ടൈമിലാണ്. അവിടെ നിന്ന് ഏകദേശം 180 years അവർ ഇന്ത്യയെ റൂൾ ചെയ്യണം പല സ്റ്റേജിലായിട്ട്. ഓക്കെ, അവർ ഭയങ്കര എക്സ്ട്രീം പവറിലേക്ക് പോകും പിന്നീട് എടുക്കുന്നത്. അപ്പം 150 വർഷം ഓൾമോസ്റ്റ് 200 അത്രയും വർഷം ഇന്ത്യയെ അവർ ഭരിച്ച് ചൂഷണം ചെയ്യാണ്. ഓക്കെ, ചൂഷണം ചെയ്ത് ഇന്ത്യയിലുള്ള എല്ലാ റിസോഴ്സസിനും അവർ തൂക്കി. ഇന്ത്യയുടെ ജനങ്ങളുടെ പീപ്പിളിൻ്റെ ലൈഫിന് ഇല്ലാതാക്കി. ഓക്കെ, ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു ഹ്യൂമൻ ബീയിങ് എന്ന ലെവലും നമ്മുടെ ഇന്ത്യൻ സിറ്റിസൻസിന് ഉണ്ടായിരുന്ന റൈറ്റ്സ് എല്ലാം അവർ സ്വന്തം കയ്യിലേക്കാക്കി. അത് പറഞ്ഞില്ലേ, പവർ കൂടുന്തോറും ഓട്ടോമാറ്റിക്കായി ജനങ്ങൾക്ക് റൈറ്റ്സ് റെഡ്യൂസ് ആകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത്രയും കാലം അവർ റൂൾ ചെയ്ത് ഒരു വിധമാക്കി. ഓക്കെ, ഇനി 1947 ഇവർ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ പവറെല്ലാം നമ്മൾക്ക് ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം. ഓക്കെ, ഓട്ടോമാറ്റിക്കലി നമ്മുടെ എക്സ്റ്റേണൽ എനിമിയിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താ പറയുക ഫ്രീഡം കിട്ടി, ഇൻഡിപെൻഡൻസ് കിട്ടി. പക്ഷേ ഇപ്പോഴും നമുക്ക് ആ പവർ ഇപ്പോൾ നമുക്ക് ഒരുപാട് കാലം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഒരു ഡേ ആൻഡ് നൈറ്റിൽ ആ പ്രശ്നം നമ്മൾ തീർന്നിട്ട് നമ്മളെല്ലാം ബെറ്റർ ആകുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഒരു ഫേസ് നമ്മൾ മറികടന്നു. 1947 നമ്മുടെ എക്സ്റ്റേണൽ എനിമിയോട് നമ്മൾ ഗുഡ് ബൈ പറഞ്ഞു. ഇനി നമുക്ക് നമ്മളിപ്പോൾ നെഗറ്റീവിലാണ് നിൽക്കണം, നമ്മളിനി പോസിറ്റീവിലെത്തണം, സീറോയിലെത്തണം, പോസിറ്റീവിലെത്തണം. ഓക്കെ, 1940s സമയത്തിൽ ഇന്ത്യയിലെ എല്ലാ സിറ്റിസൻസിനും അവൻ്റെ റൈറ്റ്സ് എല്ലാം ഗിവ് അപ്പ് ചെയ്ത് അവർ എന്താണ് റൈറ്റ്സ് എന്ന് പോലും അറിയാത്തൊരു ലെവലാണ്. ഓക്കെ, ഇനി എല്ലാം നമുക്ക് തിരിച്ചു കൊടുക്കണം. ഓക്കെ, പക്ഷേ അതുവരെയൊക്കെ ഇന്ത്യക്കാർ ഒരുമിച്ചായിരുന്നു. ഓക്കെ, ഈ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പവർ വന്നാൽ ആൾക്കാരുടെ സ്വഭാവം മാറും. ഓക്കെ, പവർ വെൻ ദർ ഇസ് എ പ്രോബ്ലം. ഓക്കെ, എവിടെ പവർ ഉണ്ടോ അവിടെ പ്രോബ്ലം ഉണ്ടാകും. ഒരു മനുഷ്യൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് പവർ കൊടുത്താൽ മതി, അപ്പോഴേ അതിൻ്റെ റിയൽ സ്വഭാവം അറിയുള്ളൂ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 1947 അത്രയും കാലം ഇന്ത്യയിലുള്ള റൂളേഴ്സിനോ ഇന്ത്യയിലുള്ള പൊളിറ്റീഷ്യൻസിനോ പവറില്ല. അത് പവർ മൊത്തം ബ്രിട്ടീഷുകാരുടെ ഇല്ലായിരുന്നു. ഓക്കെ, ആ പവർ അവർ വേണ്ടെന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ അവരെ നമ്മൾ അടിച്ച് പുറത്താക്കി. ഓക്കെ, അടിച്ച് പുറത്താക്കിയതിന് ശേഷം ആ പവറെല്ലാം നമ്മൾ ഇന്ത്യയിലേക്ക് എത്തിച്ചു. ഇനി ഈ പവർ നമ്മൾ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് കൊടുക്കണം. ഇന്ത്യയിലുള്ള ആൾക്കാരിൽ കൊടുത്താലും ഈ ബ്രിട്ടീഷുകാർ എന്തുവാണോ ചെയ്തത് അതന്നെ അവർ ഇന്ത്യയിലുള്ള റൂളേഴ്സും ചെയ്യില്ല എന്നുണ്ടോ? അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മുമ്പ് രാജാവാണെങ്കിൽ നമ്മൾ രാജാവാഴ്ച നമ്മൾ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞു. ഇനി മുതൽ നമുക്ക് ഗവൺമെൻറ്റാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലൊരു ഗവൺമെൻറ് നമ്മൾ ചൂസ് ചെയ്തതിന് ശേഷം ഈ ഗവൺമെൻറ്റും ഒരുപക്ഷെ ബ്രിട്ടീഷ് എന്താണോ ചെയ്തത് അത് ചെയ്യില്ല എന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. പവർ വരുമ്പോൾ ആൾക്കാരുടെ സ്വഭാവമൊക്കെ മാറും. അപ്പോൾ അവിടെ നമ്മുടെ നാടാണ്, നമ്മുടെ ആൾക്കാരാണ്, അങ്ങനെ ഒരു തോട്ടേ ഉണ്ടല്ലോ. പവർ വരുമ്പോഴും എല്ലാവരും അവരവരെ വളർത്താനാണ് കൂടുതൽ ശ്രമിക്കുക. അപ്പോൾ എക്സ്ട്രീം പവർ എന്ന് പറയുന്നത് ഒരിക്കലും ഗ്രോത്ത് കൊണ്ടുവരില്ല, ഒരിക്കലും ശരിയായ ഗവർണൻസ് നടക്കില്ല. അപ്പോൾ എപ്പോഴും പവറിലേക്ക് ആരെങ്കിലും വരുന്ന സമയത്ത് ഒബ്വിയസ്ലി ഭരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോമൺ അതോറിറ്റി വേണം. അതിനാണ് നമ്മൾ ഗവൺമെൻറ് എന്ന് പറയുക. ഓക്കെ, കോമൺ എല്ലാവരെയും കൊണ്ടുവന്ന് നടക്കാൻ വേണ്ടിയിട്ടും കോമൺ ആയിട്ട് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു കോമൺ പവർ വേണം. ആ കോമൺ പവറിനെ നമ്മൾ ഗവൺമെൻറ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, പക്ഷേ ഈ ഗവൺമെൻറ്റിന് എക്സ്ട്രീം പവർ കൊടുക്കാൻ പറ്റുമോ? ഗവൺമെൻറ്റിന് എക്സ്ട്രീം പവർ കൊടുത്താൽ എന്താ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബ്രിട്ടീഷ് ചെയ്തത് അത് തന്നെ അവർ ചെയ്യാൻ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴും ഗവൺമെൻറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്.
ഈ ഗവൺമെൻറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യണ ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു വെപ്പൺ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു എലക്റ്റഡ് ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യാം, അവരെന്ത് ചെയ്യരുത്. ഓക്കെ, ഒരു ഗവൺമെൻറ്റിനും അതിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് വേണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണോ അലോ ചെയ്യേണ്ടത് ആ അലോ ചെയ്യുന്ന കാര്യങ്ങളെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് പോളിസീസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരാമെന്നല്ലാതെ എവറിത്തിങ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ. കോൺസ്റ്റിറ്റ്യൂഷൻ അലോ ചെയ്യാത്ത ഒരു കാര്യം ഒരു ഗവൺമെൻറ്റിനും ചെയ്യാൻ പറ്റില്ല. ദേ ആർ റെസ്ട്രിക്റ്റഡ് ഗവൺമെൻറ് ആണ്. ഓക്കെ, ഒരു കോൺസ്റ്റിറ്റ്യൂഷനുള്ള ഗവൺമെൻറ് എന്നാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ തന്നെ ദേ ആർ റെസ്ട്രിക്റ്റഡ് ഗവൺമെൻറ് ആണ്. അവർക്ക് എക്സ്ട്രീം ആയിട്ടുള്ള ഒന്നും ചെയ്യാൻ പറ്റില്ല. ദേ ആർ നോട്ട് അലൗഡ് ടു ഡു സർട്ടൻ തിങ്. ഓക്കെ, ആൻഡ് ദേ മസ്റ്റ് ഡു സർട്ടൻ തിങ്. ഓക്കെ, അതായത് അവിടെയുള്ള ജനങ്ങൾക്ക് സർട്ടൻ തിങ്സ് അവർ ചെയ്തു കൊടുത്തേക്കണം, സർട്ടൻ തിങ് അവർ ചെയ്യുകയും ചെയ്യരുത്. ഇങ്ങനെ ഗവൺമെൻറ്റിന്, അതായത് പവർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഓക്കെ, ഒരു ഏതെങ്കിലും ഒരു അതോറിറ്റിയിലേക്ക് പവർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം തന്നെ കൊടുക്കണ ഒന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അക്കൗണ്ടിങ് ടേമിൽ പറഞ്ഞാൽ എവരി ഡെബിറ്റ് ദർ ഇസ് എ ഈക്വൽ ക്രെഡിറ്റ് എന്ന് പറയും. അതേപോലെ തന്നെ വേർ ദർ ഇസ് എ പവർ വേർ ഇസ് എ റെസ്ട്രിക്ഷൻ. ഓക്കെ, പക്ഷേ കോമൺ ആയിട്ട് ഒരു ഹ്യൂമൻ ബീയിൻ്റെ ആണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ചിന്താഗതി തന്നെ പവർ എൻജോയ് ചെയ്യാൻ അവർ ആഗ്രഹിക്കും. ഓക്കെ, പവർ പറഞ്ഞാൽ തന്നെ അവിടെ റെസ്ട്രിക്ഷൻ ഉണ്ടെന്നാണ് അർത്ഥം. ഒരാൾ പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾ എത്രത്തോളം പവർഫുൾ ആണോ അയാൾ അത്രത്തോളം റെസ്ട്രിക്റ്റഡ് ആണ്. ഓക്കെ, ഏറ്റവും കുറവുള്ള പവറുള്ള വ്യക്തി കുറവ് റെസ്ട്രിക്ഷനിലും, ഏറ്റവും കൂടുതൽ പവറുള്ള വ്യക്തി കൂടുതൽ റെസ്ട്രിക്ഷനിലായിരിക്കും. ദേ ആർ നോട്ട് അലൗഡ് ടു സർട്ടൻ തിങ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഗവൺമെൻറ് എന്ന് പറയുന്നത് എക്സ്ട്രീം പവറാണ്. ഓക്കെ, ഒരു രാജ്യത്തിലേക്ക് വരുമ്പോൾ ഗവൺമെൻറ് എന്ന് പറയുന്നത് എക്സ്ട്രീം പവറാണ്. അവരെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ റൂള്. അവരൊരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, ചില കാര്യങ്ങൾ അവർ ചെയ്യണം. ഓക്കെ. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു നമ്മുടെ ആ സമയത്ത് എഴുതി വെച്ച ജസ്റ്റ് ഡോക്യുമെൻ്റ് മാത്രമല്ല. ഓക്കെ, ഇന്ത്യ എങ്ങനെ ആയിരിക്കണം എന്നത് നിങ്ങൾ അറിയണം. ഇന്ത്യ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചാൽ മതി. ഇന്ത്യ എങ്ങനെ ആയിരിക്കണം എന്ന് ആഗ്രഹിച്ചതിന് കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചാൽ മതി. ഓക്കെ, ഇന്ത്യയിൽ എന്ത് അലോഡാണ്, ഇന്ത്യയിൽ എന്ത് അലോഡല്ല എന്നറിയണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ജീവിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അത് ലൈവ് ഡോക്യുമെൻ്റ് ആണ്. ഇറ്റ്സ് നോട്ട് സംതിങ് ഏതെങ്കിലും ഒരു കാലത്ത് എഴുതി വെച്ചിട്ടുള്ള ഡോക്യുമെൻ്റ് അല്ല. ഓരോ ലൈഫും മുന്നോട്ട് പോകുന്നതോറും ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും ഇന്ത്യയിലെ പീപ്പിൾ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, ഏത് തരം ലൈഫ് ഡിമാൻഡ് ചെയ്യണ്ടോ അതിനനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതായത് ഇതൊരിക്കലും ഒരു ജീവനില്ലാത്ത വസ്തുവല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ലിവിങ് ഡോക്യുമെൻ്റ് എന്ന് പറയാം. ജീവനോടുള്ള വസ്തുവാണ്. ജീവനുള്ള വസ്തു എന്താ, അതിൽ ആവശ്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരാനുള്ള എല്ലാവിധ സ്പേസും അവിടെ ഉണ്ടാകും. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ലിവിങ് ഡോക്യുമെൻ്റ് എന്നാണ് പറയാം. ഓക്കെ, പിന്നെ പറയാം കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ സോഷ്യൽ ഡോക്യുമെൻറ്റ് ഈസ് റിട്ടൺ ഇൻ ലീഗൽ ലാംഗ്വേജ്. ഓക്കെ, ലീഗൽ ലാംഗ്വേജ് പറഞ്ഞാൽ നമുക്ക് കോമൺലി ആർക്കും മനസ്സിലാകാത്തൊരു ലാംഗ്വേജ് ആയിരിക്കും. ഓക്കെ, പക്ഷേ ഇത് എഴുതിയിരിക്കുന്നത് ലീഗൽ ലാംഗ്വേജ് ആണെങ്കിലും ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് സൊസൈറ്റിക്ക് വേണ്ടിയുള്ളതാണ്. എന്താണ് സൊസൈറ്റിക്ക് വേണ്ടത്, അതായത് അവിടെയുള്ള പീപ്പിൾസിന് എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ത്യ എന്താണെന്നും ഇന്ത്യയിലെ പീപ്പിൾസിന് എന്താണ് വേണ്ടതെന്നും ഇന്ത്യനെക്കുറിച്ച് മൊത്തമായി അറിഞ്ഞെഴുതി ഉണ്ടാക്കിയ ഒരു ഡോക്യുമെൻ്റാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ എന്താണ് വേണ്ടതെന്ന് വ്യക്തമായി നിങ്ങൾക്ക് അറിയണം. ഇന്ത്യ എന്താണെന്ന് അറിയുന്നതിന് കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചാൽ അറിയാം. ഇന്ത്യയുടെ രീതികൾ എങ്ങനെയാണ് എന്നൊക്കെ അറിയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കാം. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്ന എല്ലാ ഗവൺമെൻറ്റും റെസ്ട്രിക്റ്റഡ് ആകും. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ് പവർ വരും. ഓക്കെ, അൾട്ടിമേറ്റ് പവർ വന്നു കഴിഞ്ഞാൽ മിസ്യൂസ് ഓഫ് പവർ വരും. മിസ്യൂസ് ഓഫ് പവർ വന്നാൽ ഗെയിം ഓവറാണ്. ഓക്കെ, പിന്നെ ജനങ്ങളില്ല, അങ്ങനെ ഒന്നുമില്ല, രാജ്യമില്ല, ഒന്നുമില്ല. അപ്പോൾ എപ്പോഴും ഒരു എന്താ പറയുക, പവറിലേക്ക് വരുന്ന പീപ്പിൾസിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡോക്യുമെൻ്റ് ആവശ്യമാണ്. ഓക്കെ, ആ ഡോക്യുമെൻറ്റിൻ്റെ റോളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. ഓക്കെ, പിന്നെ ഗവൺമെൻറ് ആണെങ്കിൽ ശരി, ദേ ആർ എക്സ്പെർട്ട് ടു മേക്ക് സർട്ടൻ ചേഞ്ചസ് ഇൻ ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ. നമ്മളിപ്പോൾ ലൈഫ് മാറിക്കൊണ്ടേയിരിക്കും. വർഷങ്ങൾ കഴിയുമ്പോഴും ഓരോ തരത്തിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ ലൈഫിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ലൈഫിൽ വരുന്ന മാറ്റങ്ങളനുസരിച്ച് നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ, പോളിസീസ്, വേ ഓഫ് അപ്രോച്ച്, ഗവർണൻസിൻ്റെ രീതി, അഡ്മിനിസ്ട്രേഷൻ, സ്ട്രക്ചർ, സിസ്റ്റം, ഇതിലെല്ലാം മാറ്റം വരണം. ഇതിലെല്ലാം മാറ്റം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസിക് ഡോക്യുമെൻറ്റിൽ നമ്മുടെ ബേസിക് ലോ എന്താണെന്ന് ചോദിച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൽ മാറ്റം വരണം. അപ്പോൾ ഇതിൽ ഈ മാറ്റങ്ങളെല്ലാം വരുത്താൻ പവറുള്ളതാകാന്ന് ചോദിച്ചാൽ ഒബിയസ്ലി അത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഓക്കെ, പക്ഷേ ഈ സെൻട്രൽ ഗവൺമെൻറ് മാറ്റങ്ങൾ വരുത്താനുള്ള റൈറ്റ്സ് പവർ ഉണ്ടെങ്കിൽ പോലും ദേ ആർ നോട്ട് അലൗഡ് ടു ഡു സർട്ടൻ തിങ്. അത് നമ്മുടെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറയും. ബേസിക് ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ ഒരു ഐഡൻറ്റിറ്റിയാണ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഇന്ത്യയുടെ ഐഡൻറ്റിറ്റിയാണ്. ഈ ഐഡൻറ്റിറ്റിയിൽ മാത്രം ആർക്കും തൊടാൻ പറ്റില്ല. ഓക്കെ, ഈ ഐഡൻറ്റിറ്റി ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഈ ഐഡൻറ്റിറ്റി തൊടാത്ത ഒരു കാര്യങ്ങൾ മാത്രമേ ഗവൺമെൻറ്റിന് മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് ബേസിക് സെക്ടർ ഡോക്ട്രിൻ എന്ന് പറഞ്ഞിട്ട് അതൊരു കൺസെപ്റ്റാണ്. ഒരു ബേസിക് ഐഡൻറ്റിറ്റി ഉണ്ട്. ഈ ഐഡൻറ്റിറ്റി കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഐഡൻറ്റിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളും
ഒരു ഗവൺമെൻറ്റിൽ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് യാതൊരുവിധ അമെൻമെൻറ്റും വരുത്താൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് ഒരു ഐഡൻറ്റിറ്റി ഹോൾഡ് ചെയ്യാണ്, ഗവൺമെൻറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, രാജ്യത്ത് നല്ല നല്ല മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണ്, രാജ്യം ഒരേ രീതിയിൽ സസ്റ്റെയിൻ ആയിട്ട് ഗ്രോ ചെയ്ത് പോകാനൊക്കെ വേണ്ടിയാണ്. ഓക്കെ.